ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ബദ്ധശത്രുക്കളായ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ടെലിഫോണിൽ വിളിച്ചിരുന്നു. അവർ തമ്മിലുള്ള സംഭാഷണം നീണ്ടുപോയത് 3 മണിക്കൂറാണ്. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആദ്യപടിയായിരുന്നു ആ ടെലിഫോൺ സംഭാഷണം. അതിന്റെ ഭാഗമായി ഉടനടി സൗദി അറേബ്യയിൽ വെച്ച് റഷ്യയുടെയും അമേരിക്കയുടെയും പ്രതിനിധികൾ തമ്മിൽ സംസാരിച്ചു. യുക്രൈൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നു. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കാൻ യുക്രൈനോട് സംസാരിച്ചേ മതിയാവൂ എന്ന വാശിയിലായിരുന്നു. ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ അമേരിക്കയ്ക്ക് വിളിച്ചു. അവിടെ വെച്ച് ലൈവ് ക്യാമറകൾക്ക് മുമ്പിൽ രണ്ടുപേരും തമ്മിൽ ഉടക്കി. സെലൻസ്കി ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ട്രംപിനെ ബഹിഷ്കരിച്ച് തിരിച്ചു പോന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ സെലൻസ്കിയെ ചേർത്ത് പിടിച്ചു. പക്ഷേ വെറും വാചകത്തിൽ മാത്രമായിരുന്നു ആ പിന്തുണ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ റഷ്യ യുക്രൈന് നേരെ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ യുക്രൈന്റെ ഊർജ്ജ സ്രോതസ്സുകളെല്ലാം റഷ്യ തച്ചുടച്ച് യുക്രൈനെ ഇരുട്ടിലാക്കിയപ്പോൾ പ്രസിഡന്റ് സെലൻസ്കി വീണ്ടും അമേരിക്കയ്ക്ക് പോയി. ട്രംപ് പറയുന്നത് പോലെ എല്ലാം ചെയ്തോളാം എന്ന് സമ്മതിച്ചു. ട്രംപ് ചോദിച്ച $500 ബില്യൺ അമേരിക്കൻ കരാറിൽ ഒപ്പുവെച്ചു. പക്ഷെ അപ്പോഴേക്കും മറ്റൊരു പ്രതിസന്ധി രൂപപ്പെട്ടു. ട്രംപ് സുഹൃത്തെന്ന് കരുതിയ പുടിൻ അല്പം പിന്നോട്ട് മാറി. ട്രംപ് സെലൻസ്കിയോട് കാണിച്ച അതേ മുട പുടിനോടും കാട്ടി. തർക്കം നീണ്ടുപോയി. എന്നാൽ ഇന്നലെ വീണ്ടും ട്രംപ് വ്ളാഡിമിർ പുടിനെ ടെലിഫോണിൽ വിളിക്കുന്നു. ആ സംഭാഷണം 2 മണിക്കൂറിലധികം നീണ്ടുനിന്നു. ആ സംഭാഷണത്തിൽ മഞ്ഞുരുകി. യുക്രൈൻ സംബന്ധിച്ച 30 ദിവസത്തെ വെടിനിർത്തലിന് റഷ്യയും സമ്മതിച്ചു. എനർജിയിലും ഇൻഫ്രാസ്ട്രക്ചറിലും, അതായത് അടിസ്ഥാന സൗകര്യങ്ങളിലും ഊർജ്ജത്തിലുമുള്ള ആക്രമണമാണ് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ വെടിനിർത്തൽ പൂർണ്ണമല്ല. എന്നാൽ ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുട്ടിലാക്കുന്ന തരത്തിൽ എനർജി സോഴ്സുകളെ ആക്രമിക്കാൻ പാടില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡടക്കമുള്ള റെയിൽ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയും ആക്രമിക്കാൻ പാടില്ല. അതാണ് പുടിൻ ട്രംപിനോട് സംബന്ധിച്ച കരാറ്. എന്നാൽ ഈ കരാറിൽ യുക്രൈൻ ഒട്ടും സംതൃപ്തരല്ല. വീണ്ടും സെലൻസ്കി പറയുന്നു, നിങ്ങൾ തമ്മിൽ അങ്ങ് ആലോചിച്ചു തീരുമാനിച്ചാൽ പോരാ, ഞങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്ന്. ട്രംപ് പറയുന്നു, പോയി പണി നോക്കൂ, ഞാൻ തീരുമാനിക്കും, നീ നടപ്പിലാക്കിയാൽ മതിയെന്ന്. എന്തായാലും യുക്രൈനും റഷ്യയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രായോഗികമായിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തൽക്കാലത്തേക്ക് പരസ്പരം ആക്രമിക്കുകയില്ല.